ഹലോ എല്ലാവർക്കും സുഖമല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റഡി ബ്ലോഗ് ഇട്ട സമയത്ത് അതിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് കാണിച്ചു. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചതാണ്, അതായത് ഇംഗ്ലീഷ് മാത്രം ഒന്ന് പറഞ്ഞു തരുമോ ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ 3 യൂണിറ്റാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിലുള്ളത്. അതിൽ 2 യൂണിറ്റ് കഴിഞ്ഞു. അപ്പം ഇനി ഈ ട്രംപറ്റ്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. അതിൽ എൻ്റെ സ്കൂളിൽ അനദർ ഡേ ഇൻ പാരഡൈസും വാറും കഴിഞ്ഞു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു സോങ് ആണ്, അനദർ ഡേ ഇൻ പാരഡൈസ്. അതായത് നമ്മുടെ ഹോംലെസ് ആയിട്ടുള്ള വീടില്ലാത്ത ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പറ്റി പറയുന്നൊരു സോങ് ആണത്. അപ്പോൾ സോങ്ങിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതുപോലൊരു പാസേജ് അല്ലെങ്കിൽ ആ പോയറ്റിലെയോ സോങ്ങിലെ വരികൾ തന്നിട്ട് അത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അപ്രീസിയേഷൻ, ഇതാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പം പോയറ്റിൻ്റെ പേര്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ്, അതിൻ്റെ മെയിൻ തീം, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന എഴുതാൻ പറ്റും. പിന്നെ അടുത്തത് വോർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ലൂജി പിരാൻഡിലോൻ്റെ ഒരു സ്റ്റോറിയാണ്. അതായത് യുദ്ധം എങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ വുമൺ ആണെങ്കിൽ വുമണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ഓതറിൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിക്കാം, ഇല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ടോപ്പിക്, അതായത് ഇപ്പോൾ വാർ തന്നെ ആവാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി റൈറ്റപ്പ് നമ്മൾ നമ്മുടെ വേർഡ്സിൽ അതിനെക്കുറിച്ച് എഴുതുക. ആ സ്റ്റോറിയുടെ കഥയും കൂടെ ഉൾക്കൊള്ളിക്കുക. പിന്നെ ഗ്രാമർ പാർട്ടിൽ പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, കോൺവെർസേഷൻ, കംപ്ലീഷൻ, അതൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ നല്ലോണം ടെക്സ്റ്റ് ഒക്കെ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു.